പറഞ്ഞത്. ആമേൻ. മറ്റൊരു തലത്തിലാണ് ഞാൻ പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ വന്നു ഭവിക്കുന്ന നിന്ദകളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, ബന്ധനങ്ങളുടെ നടുവിൽ, കടഭാരത്തിന്റെ നടുവിൽ, രോഗദുഃഖ പ്രയാസങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ ഒന്ന് മിണ്ടാതെയിരിക്ക്. നീ എൻ്റെ പ്രവൃത്തി കാണുവാനായിട്ട് എൻ്റെ പാദപീഠത്തിൽ ഒന്ന് താണിരിക്ക്. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായി. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ആമേൻ, സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ തന്നെ 39-ാം സങ്കീർത്തനം 1-ാം വാക്യം ദാവീദ് പാടുകയാണ്, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, ഞാൻ നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എപ്പോഴും സംസാരിക്കാനുള്ള കാലമല്ല, എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കാനുള്ള കാലമല്ല, മൗനമായിരിക്കാനുള്ള ഒരു കാലമുണ്ടെന്നും സ്വർഗത്തിലെ ദൈവം സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ ശലോമോനിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. 40-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ആമേൻ. ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കാൻ, ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കാൻ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ചില ദിവസങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ താണിരിക്കാൻ. 62-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായി